വീട്ടിലൂടെയാണ്. ഞങ്ങൾ കൊറോണയുടെ സമയത്ത് വീട്ടിലിരുന്നപ്പോൾ ഗബ്രിയേല് ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്, ഒരു കീബോർഡിസ്റ്റാണ്, നന്നായി ചെണ്ട പൊട്ടും അവന്റെ താളത്തിലും. പക്ഷെ ഗബ്രിയേലിന് എന്താണ് എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ പാരൻസിന്റെയും മാതിരി എനിക്കും ഒരു ചിന്തയാണ്, ഗബ്രിയേലിന്റെ ഒരു വരുമാന മാർഗത്തില് കണ്ടെത്തണം. അതിന് നിങ്ങൾ ഓരോരുത്തരെ പോലെ, എന്നെ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെ പോലെ ഈ സമൂഹത്തില് വളരെ അഭിമാനത്തോടുകൂടി ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ പ്രിൻസിപ്പൽ സാർ പറഞ്ഞ പോലെ 10-15 വർഷമായിട്ട് TV എന്ന് പറയുന്ന ഒരു സംഭവമില്ല. തീരെ താല്പര്യമില്ല, ഹസ്ബൻഡിന് താല്പര്യമില്ല, എനിക്കും താല്പര്യമില്ല. ഞങ്ങളുടെ വീട്ടിൽ ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 4 പേരും കൂടെ കിച്ചണിൽ കയറും. ഈ കിച്ചണിൽ വീട്ടിൽ അമ്മച്ചിനെ അവരെ ക്ലീൻ ചെയ്യിപ്പിക്കാറ്. അപ്പൊ അതുകൊണ്ട് ആളാണ് നിങ്ങൾ ക്ലീൻ ചെയ്യാണ്. അപ്പോ ഗബ്രിയേല് കൊറോണയുടെ സമയത്ത് ഞങ്ങളിങ്ങനെ വീട്ടിലിരുന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ എല്ലാവരും സഹായിക്കാറുണ്ട്. പക്ഷെ ഇത്രയ്ക്കും ഒരു ക്രേസ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ കണ്ടുവയ്ക്കുന്നത് കൊറോണ സമയത്താണ്. കാരണം മൂത്ത മകൻ സയൻസ് ഗ്രൂപ്പാണ്, +1+2 എടുത്തിരിക്കുന്നത്. പക്ഷെ സാധാരണ പ്രായമുള്ള കുട്ടികളൊക്കെ മൊബൈലിലേക്ക് ഏറ്റവും കൂടുതൽ നോക്കുക, റീൽസ് കുറെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ എന്റെ 2 മക്കളും മൊബൈലിൽ ഇങ്ങനെ നോക്കുന്നത് ആദ്യം ഏതെങ്കിലും കുക്കിംഗ് ഷോ ആയിരുന്നു. കുക്കറി ഷോ കാണാം, അതിന്റെ കുറെ വീഡിയോസ് ഉണ്ട്, അതിന്റെ മ്യൂസിക്കിലൊക്കെ നിന്ന് ചെയ്യാം, ഒരുപാട് റെസിപ്പീസ് അവർ 2 പേരും കൂടി ഉണ്ടാക്കി ഞങ്ങളോട് തരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ മൂന്നുപോലെ ഇഷ്ടം ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചോക്ലേറ്റിന്റെ ഡിസൈനൊക്കെ ചെയ്യുന്നത് ഗബ്രിയേലാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇവരതിനോടൊരു താല്പര്യമുണ്ട്, നമുക്ക് അതിനൊന്ന് പ്രൊമോട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ വെറുതെ എന്റെ വാട്സാപ്പ് ഗ്രൂപ്പില് ഡിസംബർ 5-ാം തീയതി, അതായത് ഒരു 3 ദിവസം മുമ്പ്, ഒരു ഡിസംബർ 2-ാം തീയതി വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനിട്ടു ഡിസംബർ 5-ാം തീയതി ഞാൻ ഗബ്രിയേലിന്റെ ഷോ വീട്ടിൽ വെച്ച് നടത്തുന്നുണ്ട്, താല്പര്യമുള്ള എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്താൽ. വൈകുന്നേരം 5 മണിക്കാണ് പ്രോഗ്രാം വെച്ചത്. ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു, ഹസ്ബൻഡിന്റെ വീട്ടിൽ പറഞ്ഞു, എന്റെ ബ്രദേഴ്സിനോട് പറഞ്ഞു. ഞാൻ ആകെ 10 പേർക്ക് നാരങ്ങ വെള്ളവും 10 പേർക്ക് ഒരു കേക്കിന്റെ പീസ്, ഒരു 1 കിലോ മറ്റു കേക്ക് ഉണ്ടാക്കി. അത്രയുമാണ് ഞാൻ ആകെ ചെയ്ത് വെച്ചിരുന്നത്. ഞാൻ കാരണം പിന്നെ അതുപോലെ തന്നെ കുറച്ച് കേക്ക് വിൽക്കാനായിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 5 മണി കഴിയുമ്പോൾ ആദ്യം അവരുടെ ഞാൻ തുറന്നിരിക്കുകയാണ്. അപ്പോ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം അവരുടെ പ്രിൻസിപ്പൾ അച്ഛൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര അതിശയായി. കാരണം തൃശ്ശൂർ ദേവമാതിരെ പ്രിൻസിപ്പൾ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പ് അപ്പോയിന്റ്മെന്റ് എടുത്താലേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ. ആ അച്ഛൻ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര അതിശയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛനോട് വളരെ ബഹുമാനിയ വീട്ടിൽ കയറ്റി വർത്താനൊക്കെ പറഞ്ഞ് പുറത്തു വന്നു നോക്കുമ്പോ ഒരു 100-ൽ പരം ആൾക്കാര് ഞങ്ങളുടെ വീടിന്റെ മുമ്പില് ഗബ്രിയേലിന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ആകെ 10 പേർക്ക് നാരങ്ങകളാണ് ആകെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും അതിനുശേഷം എപ്പോഴും ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം, ഞാൻ എപ്പോഴും ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുട്ടികളുടെ പാരൻസിനെ കാണുമ്പോൾ എനിക്കറിയില്ലാത്ത പാരൻസ് ഉണ്ടോന്ന് എന്നോട് ദേഷ്യം തോന്നുന്നത്. ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ്, എല്ലാ പാരൻസും പറയും ഇങ്ങനത്തെ കുട്ടികൾക്ക് സമൂഹത്തില് ആക്സെപ്റ്റൻസ് ഇല്ല, അല്ലെങ്കിൽ ഇവരെ എല്ലാവരും തുറച്ചു നോക്കുന്നു. ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ, പൃഥ്വിരാജിന്റെ ഒരു സിനിമ വന്നപ്പോഴും അത് വലിയൊരു ഇഷ്യൂ ആണ്. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ് തോന്നിയിരിക്കുന്നത്. അതായത് നമ്മൾ ആദ്യം ആക്സെപ്റ്റൻസ് കുട്ടികൾക്ക് വേണമെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് വീട്ടിൽ തന്നെയാണ്. അതായത് നമ്മൾ അച്ഛനും അമ്മയും ആ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് നമ്മൾ അവരെ പ്രസന്റ് ചെയ്താൽ സമൂഹം അവരെ ആക്സെപ്റ്റ് ചെയ്തിരിക്കും. അതിന്
അതിന് ഏറ്റവും വലിയ തെളിവാണ് 2022 ഡിസംബർ 5 MES കോളേജിൽ അവന് കിട്ടിയിരിക്കുന്ന ഒരു വേദി എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും എന്റെ മകൻ ജനിച്ചത് എന്താ പറയുക, ഫാമിലിന്റെ ഒരുപാട് റിജക്ഷനൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മോനുണ്ടായിട്ടൊക്കെ ഭയങ്കര പ്രോബ്ലംസ് ആയിരുന്നു ഫാമിലിയിൽ. പക്ഷെ ഇന്ന് പല ഫംഗ്ഷനുകൾക്കും, അതായത് 41 പേര് നിൽക്കുന്ന ഒരു ഫാമിലി ഫോട്ടോയില് എന്റെ മോനെ കൊണ്ട് ഞാൻ ആ ഫാമിലി ഫോട്ടോയിൽ നിൽക്കുമ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി തട്ടി കൊണ്ടുവന്ന് എന്റെ മോനെ മൂടിയിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ഫാമിലി ഫോട്ടോ വളരെ കുഞ്ഞായിരിക്കും. ഞാൻ പെട്ടെന്ന് ആ സംഭവം ഇപ്പോൾ ഓർക്കാൻ കാരണം ഇന്ന് ഒന്ന് മുഖ്യാതിഥി എന്ന് പറഞ്ഞ് നടുക്ക് പിടിച്ച് ഇരുത്തി എന്നുള്ളത് വലിയൊരു സന്തോഷം. രശ്മികാന്തിനും അതിനേക്കാൾ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ളൊരു സംബന്ധിച്ച് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയ ഒരു പ്രോഗ്രാമിനനുബന്ധിച്ചാണ് എന്ന് ഞാനൊക്കെ ചിന്തിച്ച് അതിനൊരു സന്തോഷം കണ്ടെത്തി. പക്ഷെ അത് കഴിഞ്ഞ് ഇവിടെ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനില് പ്രൈസ് കൊടുക്കാൻ ഒരു മന്ത്രിയെയും പ്രിൻസിപ്പളിനെയൊക്കെ വിളിക്കുന്നത് പോലെ ഫസ്റ്റ് പ്രൈസ് കൊടുത്തത് എന്റെ മോനെ കൊണ്ടാണ്. എനിക്ക് വാക്കുകളില്ല, കാരണം 18 വയസ്സിൽ 17 വയസ്സ് വരെ 17 വയസ്സ് ഡിസംബർ 5, 2021 17 വയസ്സ് വരെ ഞാൻ എന്റെ മോനെ കൊണ്ട് ഈ സമൂഹത്തിൽ നടത്തിയ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഒരു ഫൈറ്റിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സന്തോഷത്തിൽ ഞാൻ MES കോളേജിന് മുമ്പിൽ ഞാൻ നമസ്കരിക്കുകയാണ്. കാരണം അത്ര സൊസൈറ്റി മക്കളെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ എല്ലാ പാരന്റ്സിനോടും ചോദിക്കാം, എന്തുകൊണ്ടാണ് നിങ്ങൾ അത് വിളിച്ചത്? ഗബ്രിയേലിന് ചെയ്യാൻ പറ്റുമെന്ന് പാരന്റ്സ് ആയ ഞങ്ങള് അത് ഫൈറ്റിൽ കാണിച്ചത് കൊണ്ടാണ് അല്ലെ. ഞാൻ ഡിസംബർ 5 അവരൊരു പ്രോഗ്രാം വെച്ചിട്ട് കഴിഞ്ഞ വർഷം ഇത്രയൊരു 100ഓളം ആൾക്കാരെ നമ്മുടെ ദിവസം വന്നത് ഒരു വെള്ളമോ ഒന്നും കൊടുക്കാതെ. എനിക്കറിയില്ല, രാത്രി 10 മണി വരെയായിരുന്നു ഞങ്ങളുടെ വീട്ടില്. ആർക്കും ഫോണൊന്നും തിരക്കുണ്ടായിരുന്നില്ല. എനിക്ക് ഇവിടെയൊക്കെ വേദനയായിട്ട് ചിരിച്ചത് എല്ലാവരും നമ്മളെ കല്യാണത്തിനൊക്കെ നിന്ന് ഗസ്റ്റിനെ വിളിച്ച് ചെയ്യുന്ന പോലെ. ഒരുപാട് സന്തോഷം തോന്നി. അന്ന് മലയാള മനോരമയുടെ സന്തോഷ് പൂവൻ എന്ന് പറയുന്ന എഡിറ്റർ, വളരെ ഫേമസ് ആയ ആളാണ്. ആള് ഞങ്ങൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ കോളനിയാണ്. ഒരു 10 കോളനി ചുറ്റി ഇങ്ങനൊരു കാര്യമുണ്ട്. വാട്സാപ്പിൽ കൂടെ ഷെയർ ചെയ്ത് വന്ന ഫോട്ടോയും വീഡിയോയും കണ്ടിട്ട് സന്തോഷ് പൂവൻ അന്വേഷിച്ച് വന്നിട്ടാണ് അന്നേ ദിവസം ഫോട്ടോ എടുത്തത്. ഡിസംബർ 5 പറയുക 10 പേർക്ക് വേണ്ടി വെച്ച പരിപാടി പിറ്റേ ദിവസം മലയാള മനോരമയിൽ ഫ്രണ്ട് പേജിൽ 8 ലക്ഷത്തിന്റെ കോളത്തിലാണ് ഗബ്രിയേലിന്റെ ഫോട്ടോ വന്നത്. അത് ഗബ്രിയേലിനെ സംബന്ധിച്ചൊരു തുടക്കമായിരുന്നു. ആ ഫോട്ടോ കണ്ടിട്ട് ഡിസംബർ 21 കല്യാൺ സിംഗ്സിന്റെ ബർത്ത്ഡേ മാഡം വിളിച്ചിട്ട് എന്നോട് ആവശ്യപ്പെടുകയാണ് ഗബ്രിയേലിന്റെ ഒരു ലൈവ് ബേക്കിംഗ് ഷോ ചെയ്യാൻ പറ്റുമായിരുന്നത്. ലൈവ് ബേക്കിംഗ് ഷോ നടത്താമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഗബ്രിയേലിന് ഒരു പബ്ലിക്കിന്റെ മുന്നിൽ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ യെസ് പറഞ്ഞു എന്നുള്ളതാണ്. ചെയ്യാൻ എത്തിയായിരുന്നപ്പോ ഇന്ന് ഞാനൊരു 4 മുട്ട ഉണ്ടാക്കി. അന്ന് ഞാനൊരു 20 മുട്ടയ്ക്ക് ഉണ്ടാക്കി. കാരണം ആരെങ്കിലൊക്കെ വരുമ്പോൾ കൊടുക്കണം. കാരണം ഡിസംബർ 5 ഞാൻ ആർക്കും വെള്ളം കൊടുത്തില്ല. എന്നാൽ പിന്നെ ഡിസംബർ 21 ഇങ്ങനെ കുറച്ച് വെള്ളം കൊടുക്കാതെ എത്തി. ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വന്നിട്ട് ഇരുന്നാൽ മതി, ഇഷ്ടമുള്ളവരെ നിന്നാൽ മതി, ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി. ഞാൻ ഗബ്രിയേലിനെ സിംഗിൾ ആയിട്ടൊരു ലൈവ് മേക്കിംഗ് ഷോയാണ് ചെയ്യുന്നത്. ഇതിന് വലിയൊരു ആക്സെപ്റ്റൻസ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടാനില്ല എന്നുള്ളതാണ്. അങ്ങനെ അന്ന് ചെയ്തപ്പോ ഈ 2 മണിക്കൂർ എനിക്ക് തോന്നുന്നൊരു 10-14 ചാനലുകാരുണ്ടായിരുന്നു. പത്രക്കാരൻ ചാനലായിരുന്നു. ഈ 2 മണിക്കൂറും ഇതിനകത്ത് ഒരാൾക്ക് പോലും പോയില്ല. ഫുൾ കവർ ചെയ്തിട്ടാണ് അവരത് 2 ഇൻഗ്രീഡിയൻസ് ഒന്നും പറയത്തില്ലായിരുന്നു. ഒരു സ്പീച്ച് വളരെ കുറവാണ്. പക്ഷെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞോ ആമിയോൺ കമ്പനിക്കാർ വന്നപ്പോഴേക്കും അവര്
ആയി തുടങ്ങിയത്. അപ്പൊ അവർക്ക് എന്ത് തോന്നി? യൂട്യൂബിൽ കയറി അവർക്ക് മനസ്സിലായി ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞാലാണ് ഇതിന്റെ ഒരു ഫുൾ ക്രെഡിറ്റ് കിട്ടത്തുള്ളൂ. ആള് സ്വയം പഠിച്ചെടുക്കായിരുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു, അവരുടെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ പേര് പഠിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു MBS കോളേജിൽ അവർക്ക് എത്താമത്തെ പ്രോഗ്രാമാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അതിനൊക്കെ വളരെ ഫാസ്റ്റായിട്ടാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന കല്യാണത്തിന് 20-ാം തീയതി, കഴിഞ്ഞ കൊല്ലത്തെ പോലെ 20-ാം തീയതി 12 സ്പെഷ്യൽ സ്കൂളിലെ ഒരുപാട് കുട്ടികൾ, തൃശ്ശൂർ ജില്ലയിലെ ഒരുപാട് കുട്ടികൾ ലൈവ് മേക്കിംഗ് ഷോയുമായിട്ട് ശേഷം അവരൊറ്റയ്ക്ക് ചെയ്തപ്പോൾ ഈ വർഷം ഇത്രയും പേര് ചെയ്യുമ്പോൾ അതിൻ്റെ എന്ത് വെറൈറ്റി ചെയ്യാം. കാരണം എനിക്ക് അപ്പോഴും ഗബ്രിയേലിനെ ഒന്നും കൂടി മുന്നോട്ട് കൊണ്ടുവരാം. ഈ പ്രാവശ്യം അവരെ കൂടി ഞാൻ പേസ്ട്രീസ് ചെയ്യിപ്പിക്കാനായിട്ട് ട്രെയിനിങ് കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത് അവനും ആ ഒരു സ്പിരിറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്നത് അവന് മനസ്സിലാവുന്നു, അവനത് പ്രൗഡാവുന്നു, അവനത് ചെയ്യാനായിട്ട് എന്നോട് സഹകരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രാവശ്യത്തെ ഡിസംബർ 20-21 ഞങ്ങളുടെ കുട്ടികളുടെ കല്യാണത്തിനോടൊപ്പമാണ് ഞങ്ങൾ കാർണിവല്, ക്രിസ്മസ് കാർണിവല് ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പറഞ്ഞ പോലെ ഞാൻ ഇതൊക്കെ അയച്ചു കൊടുക്കും, നിങ്ങളെല്ലാവരും കാണുക. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അവസരം, ഒരു പ്ലാറ്റ്ഫോം ഗബ്രിയേലിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 2 പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനിൽ നിന്ന് ഒരുപാട് പ്രൊഡക്റ്റുകൾ പുറത്തുവരാൻ തുടങ്ങി. അവനിൽ വന്നൊരു മാറ്റം, അല്ലെങ്കിൽ സമൂഹത്തിലൂടെ അവൻ കാണിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞത് ഒരു വലിയൊരു മാറ്റമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഇങ്ങനത്തെ കുട്ടികള് ബുദ്ധിയില്ല, അല്ലെങ്കിൽ അവർക്കൊന്നും അറിയില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളിവിടെ നിന്ന് ഓരോ കൈയടിക്കുമ്പോഴും അവനൊരു ഇമോഷനുണ്ട്, ഒരു ഫീലുണ്ട്. അതായത് ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ളത് അവനത് എൻജോയ് ചെയ്തു. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും നിങ്ങളെ പോലെ തന്നെ അവരും ഇതൊക്കെ മനസ്സിലാക്കുന്നു. അവർക്ക് ഇമോഷൻസ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി അവർക്ക് അവസരം കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് ആ ഒരു അവസരം അവർക്ക് കൊടുക്കേണ്ടത്. അതിൽ നിന്ന് അവർക്ക് വരുന്ന കുറെ മാറ്റങ്ങളുണ്ട്, അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കും. ഞാൻ ഗബ്രിയേലിനെ അക്കാഡമി പഠിപ്പിക്കാറുണ്ട്. ഞാൻ ആദ്യം ഗബ്രിക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ അവനെ തന്നെ ഒബ്സർവ് ചെയ്യുക ചെയ്യും. അത് ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും കൂടി പറഞ്ഞിട്ട് ഞാനത് നിർത്താം. അതായത് ഗബ്രിയേൽ 6-ാം മാസം ജനിച്ചൊരു കുട്ടിയാണ്, പ്രിമച്ചുറാണ്, നടക്കില്ലാതെ ഡോക്ടർ എനിക്ക് എഴുതി തരാമെന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. മൂത്ത മകനുമായിട്ട് 11 മാസം വ്യത്യാസമുള്ളൂ. അവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭയങ്കര അവന് 6 മാസത്തിൽ ജനിക്കാമെന്നുള്ള കുട്ടിക്ക് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല, നിങ്ങൾക്ക് അത് അറിയുമെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു കുട്ടിയെ കൊണ്ട് ഞാൻ സമൂഹത്തിലേക്ക് വന്നപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയത് ഈ പറഞ്ഞൊരു റിജക്ഷനായി. ഫാമിലിയിൽ നിന്നാണ് എനിക്ക് പ്രശ്നം വന്നത്. ഫംഗ്ഷനുകൾക്കൊന്നും വിളിക്കത്തില്ല. പക്ഷെ ഇന്ന് അവന് ഇമോഷൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അവൻ അന്ന് എത്ര ഓരോരുത്തരും ഓരോ പ്രോഗ്രാമുകൾക്ക് വിളിക്കാതെ വരുമ്പോൾ അവർക്ക് അവനും ആ ഇമോഷൻസ് കയറിയിട്ടുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ അതിനെത്ര മാത്രം അവൻ അന്നും വിഷമിച്ചിട്ടുണ്ടാവും. ഇന്ന് അവൻ ഇങ്ങനൊരു പ്രൈഡ് മൊമെന്റിനെ എന്ന് പറയുന്ന അവനൊരു സംഭവമാണ്, അല്ലെങ്കിൽ അവനും ഇത് ചെയ്യാൻ, ഈ സമൂഹത്തിൽ എനിക്കും ചെയ്യാൻ പറ്റുമെന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അന്ന് ഓരോരുത്തരും റിജക്ട് ചെയ്തപ്പോഴും അവനത് വിഷമിച്ചിട്ടുണ്ടാകും. ഇല്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ല അങ്ങനെ? ഇപ്പൊ അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അപ്പൊ അതേപോലെ തന്നെ അങ്ങനെ ഒരു അവസരം കൊടുത്തപ്പോൾ അവന് വന്ന ഒരു മാറ്റം, ആ ഇമോഷൻസ് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരെ പോലെ ഞാനും ആദ്യം വിചാരിച്ചിരുന്നു ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലാസിക്കൽ ഡാൻസ് തൃശ്ശൂർ ടൗണിൽ 350 രൂപയോട് പഠിക്കും. ഞാൻ ഗബ്രിയേലിന് കൊടുക്കുന്നത് 3500 രൂപ പഠിപ്പിച്ചു. എന്നിട്ടും അവർക്ക് ഇഷ്ടമായിരുന്നില്ല അവനെ പഠിപ്പിക്കാൻ. പിന്നെ ഞാൻ പോയി പഠിക്കും, ഒരു ഡാൻസും ഒരു കലയും ഇല്ലാത്ത ഞാൻ പോയി പഠിക്കും. നല്ല കാലുവേദനയുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഞാനത് വീട്ടിൽ വന്ന് ഞാൻ അവനെ ഇരുത്തി പഠിപ്പിക്കും. ഞാൻ പഠിപ്പിച്ച മാഷിന് മടുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുപോയി അവരെ കൊണ്ടത് ചെയ്ത് കാണിക്കും. അങ്ങനെ ചെയ്ത് ഇപ്പോൾ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ചെയ്യുന്ന ഒരു ക്ലാസിക്കൽ ഡാൻസറാണ് ഗബ്രിയേൽ. ഇവനിതുകൊണ്ട് എന്താ ഗുണം? ക്ലാസിക്കൽ എന്താ ഗുണം? നമ്മളൊക്കെ ജീവിക്കുന്നതിന് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാൻ, അല്ലേ? അവന് സന്തോഷം കിട്ടാൻ. എനിക്കതായിരുന്നു ആവശ്യം. പിന്നെ അവനെ കണക്ക് പഠിപ്പിക്കാനും മലയാളം പഠിപ്പിക്കാനൊക്കെ വിളിച്ചിരുത്തി കഴിഞ്ഞാൽ തള്ളു.
ആ സമയത്ത് മ്യൂസിക് എന്ന് പറയുന്ന ഒരു സാധനം, കുക്കിംഗ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് കീബോർഡ് പഠിപ്പിക്കാനാണ് ചേട്ടൻ കീബോർഡ് പഠിക്കുന്നത്. അപ്പോൾ അവനത് പഠിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പഠിപ്പിക്കാൻ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സാറും പറഞ്ഞു എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് ചെയ്യും. പിന്നെ വീണ്ടും ഒരു സംഗീതവുമായി ബന്ധമില്ലാത്ത ഞാൻ പോയി കീബോർഡ് പഠിച്ചു. ഞാനും അവൻ്റെ ചേട്ടനും കൂടെ കീബോർഡ് പഠിപ്പിച്ചു. ഇന്ന് അവൻ കീബോർഡ് വായിക്കലാണല്ലോ. അവൻ്റെ സാറ് പറയേ ഇത്രയും വെള്ളക്കട്ടയും ഇത്ര ബ്ലാക്ക് കട്ടയും ഇവരെങ്ങനെയാണ് ഒരു പാട്ട് തുടങ്ങുന്നത് കണ്ടുപിടിക്കുന്നത്. അതൊരു ഭയങ്കര സന്തോഷമാണ്. ആ സാർ എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട് ഗബ്രിയേല് കീബോർഡ് വായിക്കുന്നത്. അപ്പൊ അങ്ങനെ ഗബ്രിയേലിന് ഓരോ അവസരങ്ങൾ കിട്ടുമ്പോൾ അങ്ങനെ ഇപ്പൊ അവൻ അത് ചെയ്യുന്നു, കുക്കിംഗ് ചെയ്യുന്നു. എല്ലാവരും പറയും എന്നോട് കൂടുതൽ അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്ത് പെർഫോം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു പാരന്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഗബ്രിയേലിനെ കൊണ്ട് ഞാൻ തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന മാതിരി ചെയ്യിപ്പിക്കുകയാണ്. ഗബ്രിയേലിന് ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ ഗബ്രിയേലിനെ കൊണ്ട് ചെയ്യിപ്പിക്കൂ. ഞാൻ ഒരു കാര്യം ഗബ്രിയേലിനെ ഫോഴ്സ് ചെയ്യുന്നു. ഗബ്രിയേലിന് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് ഞാൻ ആദ്യം അവനെ ഒബ്സർവ് ചെയ്തു. ഞാൻ പറഞ്ഞില്ല എനിക്ക് കലയോ ഹസ്ബൻഡ് നന്നായി പാട്ട് പാടും, എന്നാലും അവനിഷ്ടമുള്ള മേഖലയിൽ എത്തിയപ്പോൾ അവനിൽ നിന്ന് വന്നൊരു റിസൾട്ട് ഉണ്ട്. ഇപ്പൊ അവനിരിക്കുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് അവന്റെ ഇഷ്ടങ്ങളിലേക്ക് വന്നപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതായാലും ഇങ്ങനൊരു അവസരവും കിട്ടി. ഇതുപോലെ അവനിവിടെ വന്ന് പെർഫോം ചെയ്യാനും സാധിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. എവിടെ കണ്ടാലും ആ കുട്ടികളെ, ഇങ്ങനത്തെ ഏത് കുട്ടികളെ കണ്ടാലും ഒന്ന് പോയി ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കുക. അവരോടൊന്ന് സന്തോഷമായിട്ട് എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ അവര് ഹാപ്പിയാണ്. അപ്പൊ ഗബ്രി ഒന്ന് ചോദിക്കും ഹാപ്പി എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഹാപ്പിയാണ്. അപ്പോൾ ഗബ്രിയേൽ ഇന്ന് ചെയ്യുന്ന ഓരോ പെർഫോമൻസിനോടും തന്നെ ഓരോ മക്കളും ആ പെർഫോമൻസിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗബ്രിയേലിന് അവസരങ്ങൾ അതോടൊപ്പം ഗബ്രിയേലിന് ചേട്ടനാണുള്ളത്. ആ ഒരു ചേട്ടനെ കൂടി പറയാണ്, നിങ്ങൾ ഓരോരുത്തരും ഈ ഗബ്രിയേലിനെ കൊണ്ട് മക്കളെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അവരെ ഇങ്ങനെ ആക്കിയതാക്കിക്കൊണ്ട് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ അവരുടെ ചേട്ടനാണ് ഇതെല്ലാം ചെയ്തത്. അവർക്കൊരു 11 മാസമേ വ്യത്യാസമുള്ളൂ. അപ്പൊ അവരെ ഇതുമാത്രം റിജക്ഷൻ അനുഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ 10 മടങ്ങ് റിജക്ഷൻ അനുഭവിച്ചിരിക്കുന്നത് ആ മകനാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, എത്രയോ വീടുകളിൽ ഇങ്ങനത്തെ കുട്ടികൾ ഉള്ള വീടുകൾ അവരുടെ സഹോദരൻ സ്കൂളില് ഇതുപോലെ നന്നായിട്ട് പഠനമായിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. പക്ഷെ പോകെ അവൻ ഹാൻഡ് റൈറ്റിംഗ് മോശമായി തുടങ്ങി. അവൻ ഒരുപാട് എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്ന് തോന്നിയപ്പോ സ്കൂളില് വേറൊരു കുട്ടിയുടെ അമ്മയാണ് എന്നെ വിളിക്കുകയും എന്നെ കാണുന്നത് ആവശ്യപ്പെടുകയും ചെയ്തപ്പോ ഞാൻ അവരെ കണ്ടപ്പോൾ പറഞ്ഞത് ഒരൊറ്റ ദിവസം ഉച്ചയ്ക്ക് എന്നെ മോശം കഴിച്ചിട്ട് വരാറുണ്ട്. വീട്ടിൽ വരുമ്പോൾ ഞാൻ ചീത്ത പറഞ്ഞു. ഞാൻ ഇതിന്റെ പുറകെ ഒന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് പറഞ്ഞു അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനോട് ചോദിച്ചു മോൻ അമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അവന് മനസ്സിലായി അവർക്ക് എന്തോ ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ അമ്മ ആദ്യം പറഞ്ഞത് അമ്മ ലൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മളോട് സംസാരിക്കാമെന്ന് തോന്നുന്നു. അത് അത്രമാത്രം ഉള്ളില് കൊണ്ടു നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു അവൻ. 4-ലോ 5-ലോ പഠിക്കുമ്പോഴാണ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഞാൻ അറിഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കൂടെയുള്ള കുട്ടികൾ ആരും അവരുടെ ക്ലാസ്സിൽ ആരും തന്നെ അവനെ കളിക്കാൻ കൂടത്തില്ല. ഞാൻ എപ്പോഴും ഓപ്പൺ ഹൗസിൽ പോകും, മോനെ കൊണ്ട് പോകും. അപ്പൊ അവന്റെ ഫ്രണ്ട്സ് പറയായിരുന്നു നിന്റെ അടിയില് ഭ്രാന്താണ്, അപ്പൊ നിനക്കും ഭ്രാന്തുണ്ട്, നീ ഞങ്ങളുടെ കൂടെ കളിക്കണ്ട എന്നാണ് പറഞ്ഞത്. അവൻ എന്തുമാത്രം ഉള്ളിലിട്ട് കൊണ്ടത് ഞാനത് എല്ലായിടത്തും പോയി. ഇന്നിപ്പോ അവൻ പഠിച്ച് കോളേജിലൊക്കെ ഒരുപാട് മാർക്ക്
അവൻ ഗബ്രിയേലിനെ പ്രസന്റ് ചെയ്യുന്ന രീതി കണ്ടാൽ അമ്മയുടെ രീതിയിൽ ഞാൻ തോറ്റു. അത്രയും നന്നായിട്ടാണ് ഇപ്പൊ അവനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അവൻ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിലാണ് പഠിക്കുന്നത്. അവിടെ ഗബ്രിയേലിന് പഠിക്കാൻ ഒരു അവസരം കണ്ടെത്തിയിരിക്കുകയാണ്. അത്രമാത്രം അവന് വേണ്ടി ഇതിനെ പ്രസന്റ് ചെയ്യുന്നു. പക്ഷേ ഞാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടില്ല. അതിനുശേഷം അവനെ ഉള്ളിൽ കളയാമെന്നുള്ളത്. അപ്പോ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ കുട്ടികൾ ഇങ്ങനെയുള്ളവരാണ് എന്ന്. അങ്ങനെയല്ലാതെ ഇതുപോലെ കണ്ടു തോന്നിയില്ലേ? ഇല്ലേ? അങ്ങനത്തെ ഒരു കുട്ടിയാണോ? എത്ര സന്തോഷമായിട്ടുള്ള ഒരു കുട്ടിയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും. അപ്പൊ അങ്ങനെ ഒരു ബോധം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു കഴിയുമ്പോൾ അവരുടെ സിബ്ലിങ്സിന് ഈ സമൂഹത്തിൽ ജീവിക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആനുവലിലേക്ക് എന്നോട് മൂക്കമൊക്കെ ചോദിച്ചു, അമ്മ ഞാൻ ആനുവലിലേക്ക് ഗബ്രിയേലിനെ കൊണ്ട് പൊക്കോട്ടേന്ന്. ഞാൻ നാളെ കൂട്ടുകാർ പോലെ വീണ്ടും കളിയാക്കിനെ ചോദിച്ചപ്പോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അമ്മ എന്ന് പറഞ്ഞു. അവൻ മോനെ കൊണ്ട് പോയി, ഞാൻ ഹസ്ബൻഡ് പുറകെ പോയി. അവൻ അറിയാതെ ബാക്കിലിരുന്നു. പിന്നെ ഞാൻ കാണുന്നത് അവൻ ചെന്നിട്ട് അവന്റെ ഫ്രണ്ട്സിനോട് പറയാണ് ഗബ്രിയേലിനെ ക്ഷയിക്കേണ്ടി കൊടുക്കാൻ. ആരും ക്ഷയിക്കേണ്ടി കൊടുക്കില്ല. കെട്ടിപ്പിടിക്കാൻ പറയുമ്പോൾ കെട്ടിപ്പിടിക്കുന്നില്ല. അപ്പൊ അവരെന്താ ചെയ്യുന്നു? ഓരോ കുട്ടിനെ കൊണ്ടുവന്ന് കൈ കൊടുപ്പിക്കുന്നു, കെട്ടിപ്പിടിപ്പിക്കുന്നു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് അവിടെ ഗബ്രിയേൽ രാജാവാണ്. എല്ലാ ഫ്രണ്ട്സും അവൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നു, കസേരയൊക്കെ കയറ്റി ഇരുത്തുന്നു, അവരുടെ കൂടെ കളിക്കുന്നു. അപ്പൊ നമ്മളൊരു അവസരം കൊടുത്താൽ അല്ലെ, നിങ്ങൾ ഓരോരുത്തരും ഇപ്പോ ഗബ്രിയേലിനെ കണ്ടതുപോലെ തന്നെ എല്ലാവരും ഇനി ഈ മക്കളെ കണ്ട ഇതൊരു സമൂഹത്തിൽ നിൽക്കുന്ന ഒരു ബ്ലോക്കാണ്. ആ ബ്ലോക്ക് മാറി കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടികളെ സ്വീകരിക്കാൻ എന്ത് രസമാണ് ജീവിക്കുക എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ ജീവിക്കുന്ന കുശുമ്പുണ്ടായിരുന്നതല്ല, അവരുടെ കൂടെ എല്ലാ പാരൻസും വിചാരിക്കും ഇവരൊരു ഭാരമാണ്. അല്ലെങ്കിൽ എന്റെ കാലശേഷത്തിൽ അത് അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ അല്ലേ? പക്ഷെ അങ്ങനെയല്ല, ഉള്ള ദിവസങ്ങൾ അവരുടെ കൂടെ ജീവിക്കാൻ ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യം അമ്മയാണ്. കാരണം അത് എൻജോയ് ചെയ്യാനുള്ള ഭാഗ്യവും മനസ്സും നമുക്ക് ഉണ്ടാവുക. ഞാൻ എന്റെ അത്ര മനസ്സിലോട്ട് പറയുന്ന കാര്യം, ഞാൻ ഇന്ന് വിളിച്ചിട്ട് ആ മോനെ കൊണ്ട് നിങ്ങളെ ഫസ്റ്റ് പ്രൈസ് പഠിപ്പിച്ചത് ഞാൻ പിന്നെ അതാ പറയുന്നത്. എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞ മനസ്സിലാവും. അത്ര എൻജോയ് ചെയ്താൽ ഞാൻ അവരുടെ കൂടെ ജീവിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലാക്കാൻ കൈകൊണ്ടിട്ട് കണ്ടപ്പോഴും ഉണ്ടായ ഒരു സന്തോഷം. ഈ ഒരു വീഡിയോ മൂത്ത പോലെ അയച്ചു കൊടുക്കുമ്പോൾ അവൻ സമൂഹത്തിന് കൊടുത്ത ഇപ്പൊ അവനോട് ചോദിച്ചാൽ അവൻ സമ്മതിക്കില്ല കേട്ടോ. അത് തപ്പ ചുമ്മാ അങ്ങനെ. പക്ഷെ അവൻ അത്രയും വളർന്നു. അവൻ ഇത്ര പേർക്ക് മെസ്സേജ് കൊടുക്കുന്നു. അവൻ ഇങ്ങനത്തെ ഓരോ കുട്ടികളൊക്കെ അവൻ പെരുമാറുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് വാല്യൂ എന്ന് പറയുന്ന ഒരു സാധനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം. പക്ഷെ ഞാൻ എപ്പോഴും കേൾക്കും എന്റെ മൂത്ത മോന് അത്ര വാല്യൂസ് ഈ സമൂഹത്തിൽ ബാംഗ്ലൂർ സിറ്റിയിൽ ജീവിച്ചത് ഇപ്പോഴും ഞാൻ അവിടെ ചെന്നിട്ട് അവൻ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഗബ്രിയേലുള്ളതുകൊണ്ടാണ് അവന് ആ ഒരു വാല്യൂ ഉള്ളത്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഞാനിപ്പോ വരുന്നത് രക്ഷിക്കാൻ വിളിച്ചപ്പോ തൃശ്ശൂരിലല്ല വരുന്നത്. രക്ഷിക്കാൻ തൃശ്ശൂരിൽ തന്നെ ഇപ്പോൾ വരുന്നത്. ആക്ച്വലി ഇങ്ങനൊരു പ്രോഗ്രാം, ഞാനിപ്പോ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ ഇന്നലെ ട്രെയിൻ വന്ന് ഇറങ്ങി ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രമായിട്ട് എന്റെ ഫോണിൽ ഒരു അവസരവും ഞാൻ കളയില്ല. കാരണം എസ്പെഷ്യലി നിങ്ങളെ പോലത്തെ യൂത്തിന്റെ ഇടയിൽ കിട്ടുന്ന ഒരു അവസരവും ഞാൻ കളയില്ല, ഉറപ്പായിട്ടും കളയില്ല. കാരണം അത്രയും സന്തോഷം ഇവിടെ കിട്ടും. അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് നിങ്ങളിൽ നിന്ന് കിട്ടുന്നത് പോലെ വേറെ എവിടെ കിട്ടില്ല. ശരിയല്ലേ? അല്ലേ? നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ ഇവിടെ വന്നത്. ഇന്ന് ഞാൻ ഈ ഒരു ബേക്കിലിട്ട് നാളെ തന്നെ തിരിച്ചു പോകും. അവിടെ ബേക്കിങ്ങിന്റെ ക്ലാസ് ആണ്
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പ്രോഗ്രാമിന് വേണ്ടി വന്നത് ഇനിയും ഇങ്ങനത്തെ ഓരോ അവസരങ്ങൾ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. നിങ്ങൾ ഇങ്ങനത്തെ കുട്ടികളുടെ റീൽസും ഫോട്ടോസും കാണുമ്പോൾ നന്നായിട്ട് ഷെയർ ചെയ്യും, ഒരുപാട് പേരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ മുഖം പോലെ തന്നെ അവരുടെ മുഖവും എല്ലാവരിലേക്കും വരട്ടെ. ഇങ്ങനത്തെ കുട്ടികൾ ഓരോരുത്തരുടെ മുഖം വരട്ടെ. നിങ്ങളുടെ കുടുംബാളികളുണ്ട്. അപ്പം അതായത് ഞങ്ങളുടെ കൂടെ ഇരിക്കേണ്ട രസമാണ്. നമ്മുടെ ഒരു പ്രശ്നങ്ങളും നമ്മൾ ഓർക്കില്ല. നിങ്ങളെ പോലെ തന്നെ ലൈനടിക്കാനും കുട്ടികളുണ്ട്. 18 വയസ്സായിട്ടില്ല, അങ്ങനൊന്നും അവകാശമില്ല. 18 വയസ്സായിട്ടാണ് ഞാൻ ഒരിക്കലും അവരോട് നീ സെഞ്ചടിക്കണ്ട അല്ലെങ്കിൽ പാടാക്കണം ഞാൻ പറയില്ല. നിങ്ങളെപ്പോഴും അവരുടെ അവകാശമില്ലേ? ഒരൊറ്റ വ്യത്യാസം, നിങ്ങൾ ഒളിച്ചു നോക്കും, അവൻ നേരെ നോക്കും. സമൂഹമാണ് ഒരു കാര്യം. അത് എല്ലാവരും നോക്കിയൊന്നും സ്വീകരിക്കത്തില്ല. നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പൊ ഈ സമൂഹം ഗബ്രിയേലിന്റെ ഇവരുടെ കൂടി ആണെന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. വളരെ കുറച്ച് ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആദ്യങ്ങളൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ള കേക്കുകൾ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു. ഗബ്രിയേൽ കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട്. സെയിൽ ഞങ്ങൾ 18-ാം തീയതിയാണ് ബാംഗ്ലൂരിൽ വരുന്നത്. ഞങ്ങൾ ക്രിസ്മസിനോടനുബന്ധിച്ച് കല്യാണം സെയിൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ കൊറിയറായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഗബ്രിയേലിന്റെ പഠിപ്പിന് വേണ്ടി, അതായത് ഈ സമൂഹത്തിൽ അവനും ഒരു ഡിഗ്രിക്കാരനാവണം. അതായത് BBA കളിലടി ഓർ ക്ലാസിക്കൽ ഡാൻസ്, ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഇടിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അത്ര എളുപ്പമല്ല അങ്ങനെ കിട്ടാൻ. എന്നിരുന്നാലും ഞാൻ ഈ പൈസകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഗബ്രിയേലിന് അവൻ്റെ ഓരോ കോഴ്സുകളും പഠിപ്പിക്കാനാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇങ്ങനത്തെ കുട്ടികളുടെ പ്രോഗ്രാം ഗബ്രിയേലിന്റെ യൂട്യൂബൊക്കെ ഗബ്രീസ് ആണെന്ന് പറഞ്ഞാൽ കിട്ടും. എല്ലാവരും ഷെയർ ചെയ്യും. വളരെ കുറച്ച് കുട്ടികളെ കണ്ടാൽ സിമ്പതി അത്രയും ഉണ്ടാവും. അതല്ലാതെ എൻജോയ് ചെയ്ത് കാണാം. അവിടെ ഒരു വീഡിയോ നല്ല വൈറലാണ്. അവിടെ ഒരു ഫാഷൻ ഷോ, നല്ല വൈറലായ ഫാഷൻ ഷോ ഉണ്ട്. ഒരു 6.4 മില്യൺ വ്യൂസ് ഉള്ള ഒരു ഫാഷൻ ഷോ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിനകത്ത് എല്ലാവരും വീട്ടിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ വന്നത്. ഗബ്രിയേലിന്റെ അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു നേരം ഇരിക്കാൻ സാധിച്ചുള്ള കാര്യം എനിക്ക് തോന്നുന്ന ആ ഒരു ചെറിയ നിമിഷം എനിക്ക് വളരെയധികം സന്തോഷം തന്നെ. അതേസമയം ഗബ്രിയേലിന്റെ അമ്മയോട് ഒരുപാട് ആരാധന തോന്നി. കാരണം ഗബ്രിയേലിന്റെ അമ്മ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികൾ വരുമ്പോഴേക്കും എപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള പേരൻസിന്റെ കംപ്ലൈൻറ്റ്സ് ആണ് കേൾക്കാറ്. ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന് അത്രയും കഷ്ടപ്പാടായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഇതിന്റെ റോട്ടീൻസ് എന്ന് പറയുന്ന അത് കേട്ടിട്ടാണ് ഞാൻ പലപ്പോഴും എന്താ പറയുക അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാറ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഗബ്രിയേലിന്റെ അമ്മ എന്താ പറയുക ഇതൊരു അനുഗ്രഹമായിട്ട് കാണാനാണ് ചെയ്തത്. അതായത് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായത് ഒരു അനുഗ്രഹമായിട്ട് കാണാം. തീർച്ചയായിട്ടും എന്ന് പറയുന്ന അമ്മയുടെ മനസ്സിനുള്ളിൽ ഞാൻ നമിക്കുകയാണ്. ഇങ്ങനെയുള്ള വളരെ ടാസ്കുള്ള കാര്യമാണ്. അത് വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുന്ന അമ്മയെ അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും ഗബ്രിയേലിന് ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നൽകുന്നു. നമസ്കാരം എല്ലാവർക്കും.
Thank you.